Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 11. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വിവാഹത്തിന് വേണ്ടിയുള്ള വസ്ത്രമെടുപ്പും ആഭരണം വാങ്ങലുമെല്ലാം പിന്നത്തെ ആഴ്ച തന്നെ കഴിഞ്ഞു. ഗൗരിയുടെ അമ്മയുടെ വകയായി ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കടങ്ങൾ തീർക്കാനായി വിറ്റുപോയിരുന്നത് കൊണ്ട് അമ്മമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ മാത്രമാണ് ഗൗരിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. അതിൽ ചിലതൊക്കെ മാറ്റി വാങ്ങാൻ അമ്മമ്മ തന്നെ നിർബന്ധിച്ചപ്പോ അനന്തൻ വന്ന് അവളെയും കൂട്ടി എറണാകുളത്ത് പോയിട്ടാണ് അതൊക്കെയും മാറ്റി വാങ്ങിയത്. അതുകൂടാതെ തങ്ങൾ കൊണ്ടുവന്ന വിവാഹത്തിന് ഗൗരിയും അനന്തനും സമ്മതിച്ചതിന്റെ സന്തോഷത്തിൽ വല്യച്ഛനും അപ്പച്ചിയും അവരുടെ വകയായ കുറച്ച് ആഭരണങ്ങളും കൂടി വാങ്ങി നൽകിയിരുന്നു. ശ്രീനിലയത്തുകാരുടെ പ്രൗഢിക്കൊത്ത വിവാഹ വസ്ത്രങ്ങളായിരുന്നു സജീവനും അമ്മയും കൂടി ഗൗരിക്ക് വേണ്ടി വാങ്ങിയത്. വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്നേരം കൂടെ ചെല്ലാൻ സജീവൻ നിർബന്ധിച്ചെങ്കിലും ഗൗരിക്ക് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ വല്യമ്മയും അപ്പച്ചിയും ഇടപെട്ടിട്ടാണ് അവൾ ശ്രീനിലയത്തുകാർക്കൊപ്പം പോയത്. കൂട്ടിന് വല്യമ്മയും ഉണ്ടായിരുന്നു. വിവാഹത്തിന് 2 ദിവസം മുന്നേ ശ്യാമിലിയും ഭർത്താവും ആസാമിൽ നിന്നും നാട്ടിലെത്തി. വൈശാഖിയുടെ വിവാഹം കൂടാൻ കഴിയാതെ പോയതിന്റെ കുറവ് കൂടി തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശ്യാമിലി. ഒരേയൊരു മകന്റെ വിവാഹമായതുകൊണ്ട് നാട്ടടച്ചാണ് ശ്രീനിലയത്തുകാര് വിവാഹം ക്ഷണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം ഗംഭീരമായിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ കാശ് അനന്തം കൊടുത്തപ്പോ വിവാഹ സദ്യ ശ്രീനിലയത്തുകാരുടെ വകയായിരുന്നു. പക്ഷെ നാട്ടുകാർ മുഴുവൻ പങ്കെടുത്ത വിവാഹത്തിൽ നിന്നും കല്ലാട്ടെ വിലാസിനിയമ്മയും നീലിമയും മാത്രം ഒഴിഞ്ഞു നിന്നു. വൈകുന്നേരത്തെ റിസപ്ഷനും കഴിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും പിരിഞ്ഞപ്പോ ആര്യകത്ത് അമ്മമ്മയും അനന്തനും വിശ്വനും മാത്രമായി. വല്യച്ഛനും അപ്പച്ചിയും വീട്ടുകാരുമൊക്കെ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞ് പിരിഞ്ഞിരുന്നു. എന്നത്തെയും പോലെ വരാന്തയിലെ ആ പഴയ സ്റ്റൂളിൽ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന അന്തരീക്ഷം പോലെ മൂടിക്കെട്ടിയ മുഖവുമായി അമ്മമ്മ ഇരുന്നു. എന്തിനുമേതിനും കൂടെ ഉണ്ടായിരുന്ന കൊച്ചുമോള് പോയതിന്റെ ദുഃഖം ആയമ്മയുടെ കണ്ണുകളെ ഇടയ്ക്കിടെ നനച്ചുകൊണ്ടിരുന്നു. കല്ലാട്ട് നിന്നും ആരും വന്നില്ലല്ലോടാ, എന്തുപറ്റി? മുൻവശത്തിട്ടിരുന്ന ചെറിയ പന്തലിനുള്ളിലെ കസേരയിലിരുന്നു കൊണ്ട് അനന്തൻ ചോദിച്ചത് കേട്ട് വിശ്വൻ തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ അവനെ നോക്കി. ദേവൻ ട്രെയിനിങ്ങിന് പോയതിന്റെ വിഷമത്തിലാണ് രണ്ടുപേരും. മാത്രമല്ല, എന്താടാ? അനന്തൻ ആകാംക്ഷയോടെ അവന്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചു. ദേവനെ കൊണ്ട് ഗൗരി വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു വിലാസിനി അമ്മയുടെ ആഗ്രഹം. നീലുവിനും അതുതന്നെയായിരുന്നു താല്പര്യം. ഒരുപക്ഷേ അത് നടക്കാതിരുന്നത് കൊണ്ട് കൂടിയാകും അവർ വരാതിരുന്നത്. അനന്തന്റെ നെറ്റി ചൊളിഞ്ഞു. അവരെങ്ങനെ പറഞ്ഞോ? ഏയ്, അവര് പറഞ്ഞില്ല. പിന്നെ ദേവനാണോ പറഞ്ഞത്? അവരുടെ സംസാരം ശ്രദ്ധിച്ച് ഉമ്മറത്തിരിക്കുകയായിരുന്ന അമ്മമ്മയിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മക്കളെ? നിക്കും ഗൗരിയുടെ ദേവനെ കെട്ടണം എന്ന് തന്നെ ആയിരുന്നു. പക്ഷെ കുട്ടിക്ക് ഇത് തന്നെ മതിയെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? എല്ലാം നല്ലതിനാകുമെന്ന് കരുതാം. തന്റെ ഉള്ളിലെ ആഗ്രഹവും അതുതന്നെയായിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ അനന്തനും അല്പനേരത്തേക്ക് നിശബ്ദനായി. ട്രെയിനിങ് തുടങ്ങിയ സ്ഥിതിക്ക് നീലുവിന്റെ വിവാഹത്തിന് വരാൻ ദേവന് സാധിക്കൂ? അനന്തന്റെ സംശയം കേട്ട് വിശ്വൻ ചിരിച്ചു. പിന്നെ വരാതെ? 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ വിവാഹം. അപ്പോഴേക്കും അവന് ലീവ് എടുക്കാൻ പറ്റും. ഗൗരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ വൈശാഖിക്ക് വലിയ വിഷമമായി കാണും അല്ലേ? വിഷമമില്ലാതിരിക്കോ? വിശ്വന്റെ ചോദ്യത്തിന് അമ്മമ്മയാണ് പ്രതികരിച്ചത്. രണ്ടാണും തമ്മിൽ അതുപോലെ അടുപ്പത്തിലായിരുന്നില്ലേ? ആഭരണങ്ങൾ മാറ്റി വാങ്ങാൻ ഗൗരിയെയും കൂട്ടി ഞാനും അമ്മമ്മയെ എറണാകുളത്ത് പോയപ്പോ ആ കൂട്ടത്തിൽ വരാൻ വൈശാഖിക്കും സാധിച്ചു. മറ്റൊന്നിനും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പരിഭവം അവൾക്കുണ്ട്. അവളുടെ കുറുമ്പ് നിറഞ്ഞ പരിഭവം മുഴുവൻ സഹിക്കേണ്ടി വന്നതിന്റെ ഓർമ്മയിൽ അനന്തൻ ഒന്ന് ചിരിക്കുകയും ചെയ്തു. അത് സാരമില്ലടാ, ഈ വിവാഹം നടന്ന സ്ഥിതിക്ക് ഇനി നിന്റെ വല്യച്ഛനും അപ്പച്ചിയും ഒക്കെ വൈശാഖിയുടെ കാര്യം പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് മതി അവരറിയുന്നത്. ശരി, നിന്റെ ഇഷ്ടം പോലെ. വിശ്വൻ എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു. എനിക്ക് നമ്മുടെ SHO ഹരിഹരൻ സാറിനെ ഒന്ന് പോയി കാണണം. ശ്രീജിത്തിനെ കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും ആയിട്ടില്ലല്ലോ. അവനെക്കുറിച്ച് എന്തൊക്കെയോ കൂടി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവന്റെ കാര്യം രക്ഷയില്ലല്ലേ? വിശ്വൻ നിരാശയോടെ മൂളി. സദാനന്ദൻ സഖാവ് ഒരു തരത്തിൽ അടുക്കുന്നില്ലെന്നേ. എന്താ അതിന് പിന്നിലുള്ള കാരണമെന്ന് അറിയാനും പറ്റുന്നില്ല.
നീ ഈ പാർട്ടി പ്രവർത്തനവും കൊണ്ട് നടക്കുന്നതിനിടയില് വിവാഹം കഴിക്കാൻ മറക്കല്ലേടാ ചെക്ക. ആ ശാരദാമ്മയ്ക്ക് ഇനി നീയല്ലേ ഉള്ളൂ. അമ്മമ്മ പറഞ്ഞത് കേട്ട് വിശ്വൻ ചിരിയോടെ തലകുലുക്കി. സമയമാവട്ടെ അമ്മമ്മേ, ഒക്കെ ശരിയാക്കാന്നേ. ഇനിയിപ്പോ എന്നാ സമയമാകുന്നേ? നിനക്കോ യവനോ ഒക്കെ ഒരേ പ്രായമല്ലേ? അതിന് മറുപടി പറയാതെ അവൻ ചിരിച്ചതേയുള്ളൂ. അമ്മമ്മയുടെ കാര്യം ഇനി എങ്ങനെയാ? നീ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചതാടാ. പക്ഷെ ഈ നാട് വിട്ട് എങ്ങോട്ടും വരില്ലെന്നാ ആശാട്ടി പറയുന്നേ. അനന്തൻ പറഞ്ഞത് കേട്ട് അമ്മമ്മ മുഖം വീർപ്പിച്ചു. ഇതാപ്പോ നന്നായേ. ഇനി ഈ വയസ്സാം കാലത്ത് എങ്ങോട്ടേക്ക് ഞാനില്ല. ഒറ്റയ്ക്ക് കഴിയാനുള്ള പേടിയും ഇല്ല. വിളിച്ചാ കേൾക്കണ ദൂരത്ത് ഗൗരിയുട്ടി ഉണ്ടല്ലോ. ആ, അതാ പുള്ളിക്കാരുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെടാ. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. മാത്രമല്ല ശ്രീനിലയത്തിലേക്ക് 5 മിനിറ്റ് തികച്ചു നടത്തവുമില്ല. ഗേറ്റിനടുത്തേക്ക് വന്ന വിശ്വനെ അനുഗമിക്കുന്നതിനിടയിൽ അനന്തൻ വെറുതെ ഒന്ന് മൂളി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. യാത്ര പറഞ്ഞിട്ട് വിശ്വൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഗേറ്റ് അടച്ചിട്ട് അനന്തൻ വരാന്തയുടെ നേർക്ക് നടന്നു. റിസപ്ഷനും കഴിഞ്ഞ് ശ്രീനിലയത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെയാണ് ഗൗരി ഓരോ നിമിഷവും കഴിച്ചു കൂട്ടിയത്. സജീവന്റെ വല്യച്ഛന്റെ മക്കളായ ശില്പയും സ്വപ്നയും ചേർന്നാണ് തലയിൽ ചൂടിയിരുന്ന പൂവും മേക്കപ്പും ഒക്കെ മാറ്റാൻ അവളെ സഹായിച്ചത്. രണ്ടുപേരും അപ്പോഴേക്കും ഗൗരിയുമായി നല്ല ചങ്ങാത്തത്തിലായിട്ടുണ്ടായിരുന്നു. ശില്പ സജീവനേക്കാൾ മൂത്തതാണ്. സ്വപ്നയ്ക്ക് സജീവന്റെ പ്രായവും. രണ്ടാളുടെയും വിവാഹവും കഴിഞ്ഞതാണ്. വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാൻ പോയപ്പോ അവരെ പരിചയപ്പെട്ടത് ഒരു ആശ്വാസമായി തോന്നി ഗൗരിക്ക്. കുളിച്ച് ഫ്രഷ് ആകുന്നത് നന്നായിരിക്കുമെന്ന് ശില്പ പറഞ്ഞപ്പോ ആദ്യം ചെറിയ മടി തോന്നിയെങ്കിലും കുളിച്ചത് നന്നായി എന്ന് തോന്നി ഗൗരിക്ക് കുളി കഴിഞ്ഞിറങ്ങിയപ്പോ. രാവിലെ തൊട്ടുള്ള അലച്ചിലിന്റെ ക്ഷീണം ഒന്ന് കുറഞ്ഞതുപോലെ. അതിനുശേഷം സെറ്റും മുണ്ടും ഉടുക്കുവാനും അവര് തന്നെ സഹായിച്ചു. അതെല്ലാം ഭംഗിയിലുടുത്ത് മുടിയിലൽപ്പം മുല്ലപ്പൂവും ചൂടി കഴിഞ്ഞപ്പോഴേക്കും സജീവന്റെ അമ്മയായ വിജയമ്മയും വെല്ലിച്ചന്റെ ഭാര്യയായ കമലയും മുറിക്കകത്തേക്ക് കയറി വന്നു. കമലയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ പാലും ഉണ്ടായിരുന്നു. കയറി വന്ന പാടെ വിജയമ്മ ഗൗരിയെ ചേർത്ത് പിടിച്ചു. മോളെ, കിടക്കാൻ നേരത്തെ സ്വർണ്ണം എല്ലാം ഊരി നിങ്ങളുടെ മുറിയിലെ അലമാരക്കകത്ത് വെച്ച് പൂട്ടണം കേട്ടോ. വിരുന്ന് പോകാനുള്ളിടത്തെല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാം. ഗൗരി തലയാട്ടി. മോൾക്കിനി എന്തേലും കഴിക്കണമെന്നുണ്ടോ? വേണ്ടമ്മ. ആ, എന്നാ മോള് മുകളിലേക്ക് പോയിക്കോ. കുറച്ച് കഴിയുമ്പോ അവൻ വന്നോളൂ. അവന്റെ കൂട്ടുകാര് ചിലരെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതിന് മോൾ തലയാട്ടി. ശില്പേ, നിങ്ങൾ രണ്ടാളും കൂടി മോളെ മുറിയിലേക്ക് കൊണ്ടുപോയി ആക്കിയേക്ക്. പറഞ്ഞതിനൊപ്പം കയ്യിലിരുന്ന ഗ്ലാസ് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു കമല. ശില്പയും സ്വപ്നയും കൂടി അവളെയും കൂട്ടി മുറിക്ക് പുറത്തിറങ്ങി മുകളിലേക്കുള്ള പടികൾക്ക് നേരെ നടന്നപ്പോ കമല താടിക്ക് കൈയും കൊടുത്ത് വിജയമ്മയെ നോക്കി. സജീവൻ എന്നാലും കുറച്ചുകൂടി നല്ലൊരു വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കിട്ടിയേനെ. ഇത് തന്നെ മതിയെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കാനും മാത്രം എന്താ ഈ കൊച്ചിനുള്ള എന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഇനി ഇപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി? അവൻ എന്തേലും മനസ്സിൽ കണ്ടു കാണും. അച്ഛന്റെ അല്ലേ മോൻ. അതും പറഞ്ഞുകൊണ്ട് വിജയമ്മ അടുക്കള ഭാഗത്തേക്ക് നീങ്ങിയപ്പോ അവർക്ക് പിന്നാലെ കമലയും ചെന്നു. സജീവന്റെ മുറിയിലാക്കിയിട്ട് ശില്പയും സ്വപ്നയും തിരികെ പോയതോടെ അത്രയും നേരം സ്വരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യമൊക്കെ ശ്രീഗൗരിയിൽ നിന്നും ചോർന്നുപോയി. AC മുറിയുടെ തണുപ്പിലും അസ്വസ്ഥതകൾ വരിഞ്ഞു മുറുക്കിയ മനസ്സുമായി വിയർപ്പിൽ കുളിച്ച് അവന്റെ വരവും കാത്തിരിക്കുമ്പോ ബലിക്ക് വേണ്ടി വിധിക്കപ്പെട്ടവളുടെ ഭയം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. സ്വപ്നം കണ്ട ജീവിതത്തിനും ഏറെ അകലെ ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം തിരഞ്ഞെടുത്ത ജീവിതത്തിനായി മനസ്സിനെ തയ്യാറാക്കാനുള്ള പാഴ്ശ്രമത്തിലായിരുന്നു അവൾ. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. മേശപ്പുറത്തിരുന്ന പാല് പാടകെട്ടി. രാവിന്റെ ഏതോ യാമത്തിൽ ഉറക്കം കൺപോളകളെ കനം വെപ്പിക്കുമ്പോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. മിഴികൾ വലിച്ചു തുറന്നവൾ ക്ഷീണം മറന്നെഴുന്നേറ്റു. വെളുത്ത ജുബ്ബയും മുണ്ടും ധരിച്ച് അകത്തേക്ക് കയറി വന്ന സജീവന്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വാതിലടച്ചിട്ട് അടുത്തേക്ക് വന്നവന്റെ പെർഫ്യൂമിനേക്കാൾ തീക്ഷ്ണതയുണ്ടായിരുന്നു അവൻ കഴിച്ചിരുന്ന മദ്യത്തിന്റെ ഗന്ധത്തിന്. സജീവൻ താടി പിടിച്ച് മുഖം ഉയർത്തുമ്പോ ഉള്ളിലെ വിറയൽ പരമാവധി ഒളിക്കാൻ ശ്രമിച്ചും കൊണ്ട് അവൾ അവനെ നോക്കി. സോറി, കൂട്ടുകാരെല്ലാം ഇപ്പോഴാ പോയതേ. ഇഴയുന്ന വാക്കുകൾ. അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. താടിയിൽ പിടിച്ചിരുന്ന അവന്റെ കൈകൾ മുഖത്ത് പരതാൻ തുടങ്ങിയപ്പോ അറിയാതെ അവൾ അല്പം പിന്നോട്ട് മാറിപ്പോയി. ഞാനൊരൽപ്പം കഴിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ. അവന്മാര് നിർബന്ധിച്ചതുകൊണ്ടാ. ഗൗരി ഇരിക്കെ. അവളുടെ ഇരു തോളുകളിലും പിടിച്ച് അവൻ അവളെ കട്ടിലേക്ക് ഇരുത്തി. പാല്
കണ്ണുകൾ കൊണ്ടവൾ മേശപ്പുറത്തേക്ക് നേരെ കാട്ടി. ഓ, ഈ അവസ്ഥയില് പാല് കുടിച്ചാൽ ശരിയാകില്ല. താൻ വേണേ കുടിച്ചോ. പറഞ്ഞതിനൊപ്പം അവൻ പാലെടുത്ത് കൊണ്ടുവന്ന് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട. അവൾ മുഖം തിരിച്ചു. ഓക്കെ. പാല് കൊണ്ടുപോയി മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് തിരികെ വന്ന് അവൻ കട്ടിലിൽ അവൾക്കരികിലേക്കിരുന്നു. അനന്തം തിരികെ പോയോ? ഇല്ല, ഏട്ടൻ നാളെ പോകൂ. വൈശാഖിയുടെ കാര്യം എനിക്കറിയാവുന്നത് അനന്തനോട് പറഞ്ഞായിരുന്നോ? ഇല്ല. അതെന്തേ പറയായിരുന്നല്ലേ? ഇനിയിപ്പോ നമ്മൾക്കിടയിൽ രഹസ്യങ്ങളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അവൾ തലയും താഴ്ത്തി ഇരുന്നതേയുള്ളൂ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ചോദ്യത്തോടൊപ്പം അവളുടെ മുഖം അവൻ ഇരു കൈകളിലും കോരിയെടുത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.